ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സംഗീതജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉണ്ടാകൂ. സംഗീത ഇതിഹാസം AR റഹ്മാൻ. 1967 ജനുവരി 6 മദ്രാസിൽ റഹ്മാൻ ജനിച്ചു. പിതാവ് RK ശേഖർ ഒരു പ്രമുഖ സംഗീതജ്ഞനായിരുന്നു. 1988 റഹ്മാന്റെ ഒരു സഹോദരി ഗുരുതരമായ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ഇസ്ലാം മതം സ്വീകരിച്ചു. ദിലീപ് കുമാർ അല്ല റഗ റഹ്മാൻ എന്ന പേരും സ്വീകരിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവിധ ഡോക്യുമെന്ററികൾക്കും പരസ്യങ്ങൾക്കും ടെലിവിഷൻ ചാനലുകൾക്കുമായി ജിങ്കിളുകളും സ്കോറുകളും രചിച്ചുകൊണ്ടാണ് റഹ്മാൻ തന്റെ കരിയർ ആരംഭിക്കുന്നത്. 1889 അദ്ദേഹം ചെന്നൈയിൽ പഞ്ചതൻ റെക്കോർഡ് ഇൻ എന്ന പേരിൽ സ്വന്തമായൊരു റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് സ്റ്റുഡിയോ സ്ഥാപിച്ചു. 1992 തന്റെ തമിഴ് ചിത്രമായ റോജയ്ക്ക് സംഗീതവും ശബ്ദ ട്രാക്കും ഒരുക്കുന്നതിനായി പ്രശസ്ത സംവിധായകൻ മണിരത്നം അദ്ദേഹത്തെ സമീപിക്കുന്നത്. റോജ റഹ്മാൻ എന്ന സംവിധായകന് ഇന്ത്യ മുഴുക്കെ പ്രശസ്തിയും അംഗീകാരവും നേടിക്കൊടുത്ത സിനിമയായിരുന്നു. മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ അവാർഡും റോജ റഹ്മാന് നേടിക്കൊടുത്തു. 1992 പുറത്തിറങ്ങിയ യോധയായിരുന്നു റഹ്മാന്റെ ആദ്യ മലയാള ചിത്രം. 1995 രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത രംഗീലയിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം. സ്ലം ഡോഗ് മില്യണയർ എന്ന ചിത്രത്തോടെയാണ് റഹ്മാന്റെ സൃഷ്ടികൾക്ക് ആഗോള അംഗീകാരം ലഭിക്കുന്നത്. ചിത്രത്തിലെ റഹ്മാന്റെ സംഗീത രചന അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി നേടിക്കൊടുത്തു. 1997 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് റഹ്മാന്റെ കോമ്പോസിഷനിൽ സോണി മ്യൂസിക് പുറത്തിറക്കിയ ആൽബമാണ് വന്ദേ മാതരം. വന്ദേ മാതരം ഓരോ ഇന്ത്യക്കാരന്റെ ഉള്ളിലും രാജ്യസ്നേഹം കൊണ്ട് രോമാഞ്ചം ഉണർത്തുന്ന റഹ്മാന്റെ ബെസ്റ്റ് കോമ്പോസിഷനിൽ ഒന്നാണെന്ന് പറയാം. സൂക്ഷ്മമായ ഓർക്കസ്ട്രേഷനും ആംബിയന്റ് ശബ്ദങ്ങളും ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ പശ്ചാത്തല സ്കോറുകൾ പലപ്പോഴും സവിശേഷമാകുന്നത്. പരമ്പരാഗത ഇന്ത്യൻ ഉപകരണങ്ങളായ ഷെഹനായി, സിത്താർ, മൃദംഗം, വീണ, തബല എന്നിവയും അദ്ദേഹം നിരന്തരം ഉപയോഗിച്ചു. പരമ്പരാഗത ഇന്ത്യൻ ശബ്ദങ്ങളെ ആഗോളമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംഗീത രചന ലോക ശ്രദ്ധയാകർഷിച്ചു. ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അണ്ണ യൂണിവേഴ്സിറ്റി, ബെർക്ലി കോളേജ് ഓഫ് മ്യൂസിക് എന്നിവയിൽ നിന്ന് റഹ്മാന് ഓണററി ഡോക്ടറേറ്റ് നൽകി അംഗീകാരം ലഭിച്ചു. 2009 ടൈം മാഗസിന്റെ ടൈം 100ൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകളിൽ ഒരാളായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2 അക്കാദമി അവാർഡുകൾ, 2 ഗ്രാമി അവാർഡുകൾ, ഒരു ബാഫ്റ്റ അവാർഡ്, ഗോൾഡൻ ഗ്ലോബ് തുടങ്ങി നിരവധി അഭിമാനകരമായ അവാർഡുകൾ റഹ്മാൻ നേടി. തന്റെ കലയിലൂടെ സമകാലിക ഇന്ത്യൻ സംഗീതത്തെ പുനർനിർവചിച്ച വ്യക്തിയാണ് AR റഹ്മാൻ.